Good morning, students. Marine biology, wildlife conservation and toxicology എന്ന ടോപ്പിക്കിലെ അടുത്ത പോർഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ എക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എക്കോളജിക്കൽ ടെർമിനോളജിയും എക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കും ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ ബേസിക്കലി വരാൻ പോകുന്നത് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിൻ്റെ 2 കോൺസെപ്റ്റും കൂടിയാണ്. ഒന്ന് ഷെൽഫോർഡ്സ് ലോ ഓഫ് ടോളറൻസും പിന്നെ കമ്പൈൻഡ് ഫാക്ടറുമാണ്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതുമായി ബന്ധപ്പെട്ട് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് ലെയ്ബിഗ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ബെക്ക്മാൻ എന്നുള്ള ശാസ്ത്രജ്ഞൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, എന്തൊക്കെ ടൈപ്പ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണുള്ളത് ബേസിക്കലി. ദെൻ അബൌട്ട് ദി ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ്, എങ്ങനെ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ കോൺസെപ്റ്റ് വന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ലെയ്ബിഗിൻ്റെ ആയിരുന്നു, ജർമ്മൻ ബയോകെമിസ്റ്റ്. ലെയ്ബിഗിൻ്റെ ലോ ചുരുക്കി പറയുകയാണെങ്കിൽ, ഗ്രോത്ത് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ മിനിമം ക്വാണ്ടിറ്റി. ഏത് സബ്സ്റ്റൻസ് ആണോ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളത് കുറേ സബ്സ്റ്റൻസുകളുടെ ഇടയിൽ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പ്ലാന്റ്സ് ആൻഡ് ന്യൂട്രിയൻസ് ആണ് എടുത്തത്. അതിൽ മൈക്രോ ന്യൂട്രിയൻസിൽ തന്നെ ഏറ്റവും കുറവ് ന്യൂട്രിയൻ്റ് ഏതാണോ ദാറ്റ് ആക്ച്വലി വിൽ ബിക്കം ദി ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് ലെയ്ബിഗിൻ്റെ കോൺസെപ്റ്റ് ചുരുക്കി പറയുകയാണെങ്കിൽ. അതിന് ബാരലിൻ്റെ മോഡൽ വെച്ചാണ് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ബട്ട് ഇറ്റ് ഡസൻ സ്പീക്ക് അബൌട്ട് ദി അപ്പർ ലിമിറ്റ് ഓർ മാക്സിമത്തിനെ കുറിച്ച് ലെയ്ബിഗിന് വലിയ അറിവില്ല. ലെയ്ബിഗിൻ്റെ ഫൈൻഡിങ്സിനോട് കടപിടിച്ചുകൊണ്ട് തന്നെ വരുന്ന അടുത്ത കോൺസെപ്റ്റാണ് ബെക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ബ്ലാക്ക്മാൻ്റെ ഫാക്ടറിൽ ഫോട്ടോസിന്തസിസ് ആണ് എക്സാമ്പിൾ എടുത്തത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഹിം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ദാറ്റ് ക്യാൻ ബിക്കം ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. അതിന് എക്സാമ്പിളായിട്ട് ഫോട്ടോസിന്തസിസിലെ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സോളാർ റേഡിയേഷൻ, ക്ലോറോഫിലിൻ്റെ എമൗണ്ട്, ടെമ്പറേച്ചർ എല്ലാം എടുത്ത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിലേത് ഫാക്ടറാണോ ദാറ്റ് ക്യാൻ ഗോ ടു ദി മിനിമം, ഏത് ഫാക്ടറാണോ ഏറ്റവും മിനിമത്തിലുള്ളത് ആ ഫാക്ടറാണ് ആക്ച്വലി ദാറ്റ് വിൽ ആക്ട് ആസ് ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് ബ്ലാക്ക്മാൻസ് ലോ പറയുന്നത്. അതിലേത് ഫാക്ടറും ആവാം, ഏത് ഫാക്ടറാണോ മിനിമത്തിലോട്ട് പോകുന്നത് ദാറ്റ് ആക്ച്വലി ക്യാൻ ബിക്കം ദി ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് ബെക്ക്മാൻ്റെ കോൺസെപ്റ്റ് പറയുന്നത്. സോ ദി phase of the reaction or biological process will depend on the pace of the slowest factor. ഏത് ഫാക്ടറാണോ ഏറ്റവും കുറവ് ഫേസിൽ കുറവ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് ആ ഫാക്ടറിൻ്റെ ഇൻറ്റൻസിറ്റിനനുസരിച്ചിരിക്കും മൊത്തം ബയോളജിക്കൽ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ലെസ്സർ എമൗണ്ട് ദാൻ ദി ആക്ച്വൽ റിക്വയർഡ് എമൗണ്ട്. അപ്പോൾ ആക്ച്വൽ എമൗണ്ടിനേക്കാളും കുറവുള്ള ഏത് എമൗണ്ട് ആണോ അല്ലെങ്കിൽ ഏറ്റവും പിന്നിലായിട്ട് വർക്ക് ചെയ്യുന്ന എമൗണ്ട് ഏതാണോ ഏത് സബ്സ്റ്റൻസ് ആണോ ആ സബ്സ്റ്റൻസിൻ്റെ പേസിലാണ് ബാക്കി റിയാക്ഷൻ എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സിംഗിൾ ഫാക്ടർ ആവാം അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ഓഫ് ഫാക്ടർ ആവാം. ഈ രണ്ട് ലോ ടുഗദർ is known as the Liebig's law of environmental factors. ഓക്കെ, ലോ ഓഫ് മിനിമം ആൻഡ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ലെയ്ബിഗിൻ്റെ. ഓക്കെ, ഇത്രയും പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അടുത്തത് ഷെൽഫോർഡ്സ് ലോ ഓഫ് ടോളറൻസ് ആണ്. അപ്പോൾ ബെക്ക്മാൻ ആയാലും അതുപോലെ ലെയ്ബിഗ് ആണെങ്കിലും രണ്ടുപേരും പറഞ്ഞതിൽ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത് ദേ ഓൺലി ലുക്ക്ഡ് ഇൻടു ദി മിനിമം ആവുന്ന സാധനത്തിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. മാക്സിമത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ്സിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഷെഫോൾഡാണ് ഇവിടെ ടോളറൻസ് എന്നുള്ള ടെർമിനോളജി കൊണ്ടുവരുന്നത്. ലോ ഓഫ് ടോളറൻസ്. അക്കോർഡിംഗ് ടു ഹിം, too much or too little of an ecological factor will have limiting effect on the success and survival of organism. അപ്പോൾ നേരത്തെ ലെയ്ബിഗോ ബാക്ക്മാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പുള്ളിയും പറയുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞത് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സിന് എന്തുണ്ട്, ദർ ഇസ് എ ടു മച്ച് ഓർ ടു ലിറ്റിൽ, ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു അപ്പർ ലിമിറ്റും ഉണ്ട്, ഒരു ലോവർ ലിമിറ്റും ഉണ്ട്. ആൻഡ് ദിസ് അപ്പർ ലിമിറ്റ് ഓർ ലോവർ ലിമിറ്റ് ഓഫ് സം ഓഫ് ദി ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ക്യാൻ ലിമിറ്റ് the success and survival of organisms. Okay, so according to him the ecological factor will have a maximum and a minimum limiting effect. അപ്പോൾ ഇവിടെ രണ്ട് കാര്യവും പറയുന്നുണ്ട്. ഷെഫോൾഡ് മിനിമത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഫാക്ടർ മിനിമമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടർ മാക്സിമത്തിൻ്റെ അപ്പുറത്തോട്ടോ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം ലെവലോ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ that will actually affect the organism
ആൻഡ് ദാറ്റ് ഇക്കോളജിക്കൽ ഫാക്ടറിൻ്റെ ആ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് ഓഫ് ടോളറൻസ്. ഈ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെ ഇടയിൽ ഓർഗാനിസം ആക്ച്വലി ക്യാൻ ടോളറേറ്റ് ദാറ്റ് ഇക്കോളജിക്കൽ ഫാക്ടർ. ആ ഒരു റേഞ്ചിനെ വിളിക്കുന്ന പേര്. ഏത് ഫാക്ടർ വരെ അതിന് മിനിമം ഇത്രയും ഫാക്ടർ ഉണ്ടെങ്കിലും മാക്സിമം ഇത്ര ഫാക്ടർ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അതിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് ഓഫ് ടോളറൻസ്. റേഞ്ച് ഓഫ് ടോളറൻസിന് ഒരു ക്രിട്ടിക്കൽ മാക്സിമം ലെവലും ഉണ്ടാവും, ഒരു ക്രിട്ടിക്കൽ മിനിമം ലെവലുണ്ടാവും. അതായത് ടോളറൻസിൻ്റെ അപ്പർ ലിമിറ്റും ഉണ്ടാവും, അതുപോലെ ടോളറൻസിൻ്റെ ലോവർ ലിമിറ്റും ഉണ്ടാവും. അപ്പർ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മാക്സിമം ലെവൽ, ലോവർ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മിനിമം ലെവൽ. ഓക്കെ, നൗ ഷെഫോൾഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആക്ച്വലി യൂസ് ചെയ്ത ഒരു ബെൽ ഷേപ്ഡ് ഗ്രാഫാണ്. ഓക്കെ, നമുക്കിവിടെ ഗ്രാഫ് കാണാൻ പറ്റും. ഈ ഗ്രാഫ് പ്രകാരം ഓൾ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ഷോ എ ബെൽ ഷേപ്പ് ആയിട്ടുള്ളൊരു കേർവാണ് കാണിക്കുന്നത്. ആൻഡ് ദിസ് ബെൽ ഷേപ്പ് കേർവ് ഹാസ് ഡിഫറെൻറ്റ് സോൺസ്. അപ്പോൾ ആ സോൺസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സോൺ ഓഫ് മാക്സിമൽ ഗ്രോത്ത് ഓർ ഓപ്റ്റിമൽ സോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബെൽ ഗ്രാഫിനെ നമുക്ക് അറിയാൻ പറ്റും. ബെൽ ഗ്രാഫ് നമ്മൾ സാധാരണ പോപ്പുലേഷനും ബാക്ടീരിയൽ സ്റ്റഡിക്കൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഗ്രാഫ് തന്നെ, സെയിം തിങ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഹാവ് ഒരു സ്ലോവറിൽ നിന്ന് തുടങ്ങി ഏറ്റവും മാക്സിമത്തിലോട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു മാക്സിമം ഇൻറ്റൻസിറ്റി വരുന്ന റീജിയൻ ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് പോകുന്ന രീതിയിൽ ഒരു റീജിയൻ ഉണ്ടാവും. ഇതിൽ മാക്സിമം ഗ്രോത്ത് കാണിക്കുന്ന റീജിയൻ, ഇത് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ എൻവയറമെൻറ്റ് പോപ്പുലേഷൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ എൻവയറമെൻറ്റ് ഫാക്ടറുമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ആക്സസിൽ. ഓക്കെ, എക്സ് ആക്സസിൽ എൻവയറമെൻറ്റ് ഫാക്ടറും വൈ ആക്സസിൽ യു ക്യാൻ സി ദി പോപ്പുലേഷൻ. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ സി മാക്സിമം ഗ്രോത്ത് ഓഫ് ദി ഓർഗാനിസംസ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഏറ്റവും കൂടുതൽ നമ്പറുള്ള ഒരു സോൺ കാണാൻ പറ്റും. ആ സോൺ വിളിക്കുന്ന പേരാണ് സോൺ ഓഫ് മാക്സിമൽ ഗ്രോത്ത് ഓർ ദി ഓപ്റ്റിമൽ സോൺ. അതിൻ്റെ അപ്പുറമുള്ള സോണുകൾക്ക് വിളിക്കുന്ന പേരാണ് സോൺ ഓഫ് സബ് ഓപ്റ്റിമൽ സോൺസ്. ഓക്കെ, സബ് ഓപ്റ്റിമൽ സോൺസ് ആണ് അതിനപ്പുറത്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ സോൺ ഓഫ് സ്ട്രെസ് എന്നറിയപ്പെടുന്ന റീജിയൻ. അപ്പോൾ സോൺ ഓഫ് ഓപ്റ്റിമൽ ഗ്രോത്ത് അല്ലെങ്കിൽ മാക്സിമം ഗ്രോത്ത് ഉള്ള സമയത്തായിരിക്കും ഓർഗാനിസം ആക്ച്വലി മാക്സിമം സർവൈവ് ചെയ്യുന്ന, മാക്സിമം ഗ്രോ ചെയ്യുന്ന റീജിയൻ. അതിൻ്റെ അപ്പുറത്തെ റീജിയൻസ് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് അല്ലെങ്കിൽ പറഞ്ഞ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് കുറയുന്നതോ കൂടുന്നതോ ആയിട്ട് കാണാൻ പറ്റും. രണ്ടാണെങ്കിലും കുറയുകയാണെങ്കിലും കൂടുകയാണെങ്കിലും ഇറ്റ് ആക്ച്വലി കോസസ് സം എഫക്റ്റ് ഓൺ ദി ഓർഗാനിസം. സോ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങ് വളരാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് വളരാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല. സോ ഇറ്റ് ഹാസ് സ്ട്രെസ് ഫ്രം ദി എൻവയറമെൻറ്റ്. ആ ഒരു സോണിൽ വിളിക്കുന്നതാണ് സോൺ ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ സബ് ഒപ്റ്റിമൽ സോൺ. ഓക്കെ, ബട്ട് സ്റ്റിൽ ദി ഓർഗാനിസം ക്യാൻ ഗ്രോ. ഓക്കെ, ഓർഗാനിസത്തിന് ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു മിനിമം ഗ്രോത്ത് രണ്ട് സൈഡിലും കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അപ്പുറം ഈ സബ് ഒപ്റ്റിമൽ സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് സ്ട്രെസ്സിൻ്റെ അപ്പുറത്ത് ഓർഗാനിസം ഡസ് നോട്ട് സർവൈവ് അറ്റ് ഓൾ. രണ്ട് സൈഡിൽ ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും, അതായത് ആഫ്റ്റർ ദി അപ്പർ ലിമിറ്റ് ആൻഡ് ദി ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിലാണെങ്കിലും ലോവർ ലിമിറ്റിൻ്റെയും അപ്പുറം ഓഫ് റേഞ്ച് ഓഫ് ടോളറൻസ്, റേഞ്ച് ഓഫ് ടോളറൻസിൻ്റെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മാക്സിമത്തിൻ്റെയും ക്രിട്ടിക്കൽ മിനിമത്തിൻ്റെയും അപ്പുറമായിട്ട് ഓർഗാനിസം ഡസ് നോട്ട് സർവൈവ് അറ്റ് ഓൾ. ദാറ്റ് സോൺ ഈസ് നോൺ ആസ് ദി സോൺ ഓഫ് ഇൻടോളറൻസ്. അപ്പോൾ മൂന്ന് ഭാഗമായിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഷെഫോൾഡ്. ദർ ഇസ് എ റേഞ്ച് ഓഫ് ടോളറൻസ്, അതായത് എവരി ഇക്കോളജിക്കൽ ഫാക്ടർ ഹാസ് ക്രിട്ടിക്കൽ മാക്സിമം ആൻഡ് ക്രിട്ടിക്കൽ മിനിമം, ആൻഡ് ദിസ് റേഞ്ച് ഈസ് നോൺ ആസ് ദി റേഞ്ച് ഓഫ് ടോളറൻസ്. അപ്പോൾ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സിന്, ചില ഫാക്ടേഴ്സിന് ഈ റേഞ്ച് ഓഫ് ടോളറൻസ് വളരെ വൈഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് എൻവയറമെൻറ്റൽ ഫാക്ടർ വിൽ നോട്ട് ബിക്കം എ ലിമിറ്റിംഗ് ഫാക്ടർ. എന്നാൽ ഈ പറഞ്ഞ റേഞ്ച് ഓഫ് ടോളറൻസ് വളരെ കുറവാണ്, ക്രിട്ടിക്കൽ മാക്സിമം മിനിമം വളരെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്, പ്ലസ് ദി എൻവയറമെൻറ്റൽ ഫാക്ടർ ഇസ് ഫ്ലക്ച്വേറ്റിംഗ്, ദെൻ ദിസ് ക്യാൻ ബിക്കം എ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി പുള്ളി യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ബെൽ ഷേപ്പ് കർവിൻ്റെ സഹായമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സ് ആക്സസിൽ എൻവയറമെൻറ്റൽ ഫാക്ടർ, വൈ ആക്സസിൽ പോപ്പുലേഷൻ ഗ്രോത്ത്, ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം ദർ ഇസ് എ സോൺ ഓഫ് ഒപ്റ്റിമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒപ്റ്റിമൽ സോൺ എന്ന് പറഞ്ഞ റീജിയൻ കാണാൻ പറ്റും, മാക്സിമം ഗ്രോത്ത് നടക്കുന്ന റീജിയൻ. അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ റേഞ്ച് ഓഫ് ടോളറൻസിൻ്റെ ഇടയിൽ തന്നെ വെച്ചിട്ട് തന്നെ there is a zone of stress either on the near to the critical maximum or near to the critical minimum, and this zone is known as the zone of stress or suboptimal zone എന്ന് വിളിക്കാം. സബ് ഒപ്റ്റിമൽ സോണിൻ്റെ അപ്പുറമായിട്ട് ഒട്ടും ഗ്രോത്ത് ഇല്ലാത്ത സോണും കൂടി കാണാൻ പറ്റും, അതിന് വിളിക്കുന്ന പേരാണ് സോൺ ഓഫ് ഇൻടോളറൻസ്. സോ ഇത്രയും ടെർമിനോളജി ഓർത്ത് വെക്കുക.
ഷെഫോൾഡ്സ് ലോവുമായി ബന്ധപ്പെട്ട് ലോ ഓഫ് ടോളറൻസുമായി ബന്ധപ്പെട്ട് റേഞ്ച് ഓഫ് ടോളറൻസ്, ക്രിട്ടിക്കൽ മാക്സിമം ലെവൽ, ക്രിട്ടിക്കൽ മിനിമം ലെവൽ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ക്രിട്ടിക്കൽ ലിമിറ്റ്. ഓക്കെ, ദെൻ സോൺ ഓഫ് മാക്സിമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഓപ്റ്റിമൽ zone or optimal range. Okay, then suboptimal zone or zone of stress and തീരെ ഗ്രോത്ത് നടക്കാത്ത zone of intolerance. അപ്പോൾ ഇത്രയാണ് ഷെഫോൾഡ്സ് ലോ ഓഫ് ടോളറൻസ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ടോളറൻസ് ലോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. Optimal functional state of physical process need all essential factors present at least in suboptimal region. ഒരു പ്രോസസ്സ് ഫിസിയോളജിക്കലായിട്ട് ഓർഗാനിസത്തിൽ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ പറഞ്ഞ എസെൻഷ്യൽ ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സ് അല്ല, എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഷുഡ് ബി പ്രസൻറ്റ് അറ്റ് ലീസ്റ്റ് ഇൻ ദി സബ് ഒപ്റ്റിമൽ റീജിയൻ. റേഞ്ച് ഓഫ് ടോളറൻസ് ഫോർ സം ഇക്കോളജിക്കൽ ഫാക്ടർ ഈസ് ഡിഫറെൻറ്റ് എമംഗ് ഡിഫറെൻറ്റ് സ്പീഷീസ്. അപ്പോൾ ഒരു സ്പീഷീസിനുള്ള റേഞ്ച് ഓഫ് ടോളറൻസ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ആയിരിക്കില്ല വേറൊരു സ്പീഷീസിനുള്ള അപ്പർ ലിമിറ്റ്. ഒരേ ഇക്കോളജിക്കൽ ഫാക്ടറിന് രണ്ട് സ്പീഷീസിന് രണ്ട് രീതിയിലുള്ള റേഞ്ച് ഓഫ് ടോളറൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. തേർഡ് വൺ, an organism will have different range of tolerance for different factors. പല ഫാക്ടേഴ്സിന് പല ഓർഗാനിസംസിൽ പല രീതിയിലുള്ള റേഞ്ച് ഓഫ് ടോളറൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഫാക്ടർ തന്നെ ഒരു സ്പീഷീസിൽ തന്നെ ഒരു ഫാക്ടർ തന്നെ പല സ്പീഷീസിൽ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ പല ഫാക്ടേഴ്സ് ഒരേ ഓർഗാനിസത്തിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോളറൻസ് ആണ് കാണിക്കുക. ഓക്കെ, ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് ഓഫ് ടോളറൻസ് ഫോർ വൺ ഫാക്ടർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ റേഞ്ച് ഓഫ് ടോളറൻസ് ഫോർ അനദർ ഫാക്ടർ. ഫോർ എക്സാമ്പിൾ സൺലൈറ്റിനുള്ള റേഞ്ച് ഓഫ് ടോളറൻസ് ആയിരിക്കില്ല ടെമ്പറേച്ചറിനുള്ള റേഞ്ച് ഓഫ് ടോളറൻസ്. ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് ഓഫ് ടോളറൻസ് ആയിരിക്കണമെന്നില്ല ഈ പറഞ്ഞ ഹ്യൂമിഡിറ്റിക്കുള്ളത്. അപ്പോൾ അതുണ്ടാവും. വൈഡ് റേഞ്ച് ഓഫ് ടോളറൻസ് ഈസ് ഷോൺ ബൈ യൂറീഷ്യസ് ഓർഗാനിസംസ് ആൻഡ് നാരോ റേഞ്ച് ഓഫ് ടോളറൻസ് ബൈ സ്റ്റീനീഷ്യസ് ഓർഗാനിസംസ്. യൂറീഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസിന് ഒരുപാട് ടോളറൻസ് കപ്പാസിറ്റി ഉണ്ടാവും, അതായത് വൈഡ് ആയിരിക്കും, അവർക്ക് കുറച്ചും കൂടി സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എന്നാൽ സ്റ്റീനീഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ദേ കനോട്ട് ടോളറേറ്റ് മച്ച് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ടോളറൻസ് വളരെ നേരോ ആയിരിക്കും. ഈ യൂറീഷ്യസും സ്റ്റീനീഷ്യസും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. യൂറി ഹാലിൻ അല്ലെങ്കിൽ സ്റ്റീനോ ഹാലിൻ എന്നുള്ളതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെസേർട്ട്സിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഹയർ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനത്തെ ടെർമിനോളജി നേരത്തെ യൂറി എന്നുള്ളതും സ്റ്റീനോ എന്നുള്ളതും വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ യൂറി ഹാലിൻ ആൻഡ് സ്റ്റീനോ ഹാലിൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. യൂറി ഹാലിൻ അതായത് സോൾട്ട് കോൺസെൻട്രേഷൻ വളരെ ഏറെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ്, ടോളറേഷൻ വളരെ നേരോ റേഞ്ചിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീനോ ഹാലിൻ ഓർഗാനിസംസ് അതിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഓർഗാനിസംസിന് അങ്ങനെ പല ഇതിനും പല രീതിയിലുള്ള ടോളറൻസ് ഉണ്ടാകും. ഓർഗാനിസംസ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ടോളറൻസ് ഹാവ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. നല്ല റേഞ്ച് ഓഫ് ടോളറൻസ്, ഹയർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഈ പറഞ്ഞ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സിനുള്ള ഓർഗാനിസംസ് ദേ ഹാവ് വൈഡർ ഡിസ്ട്രിബ്യൂഷൻ. അവർ എല്ലായിടത്തും കാണാൻ പറ്റും, കൂടുതൽ റേഞ്ചിൽ ഏരിയാസിൽ കാണാൻ പറ്റും, വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. An ecological factor is not optimal for a given species, then the limit of tolerance of that species for ecological factor will be very much reduced. ഒരു ഒപ്റ്റിമൽ റീജിയനിലുള്ള ഇക്കോളജിക്കൽ ഫാക്ടർ ഒരു ഓർഗാനിസത്തിന് കിട്ടുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലിമിറ്റ് ഓഫ് ടോളറൻസ് ഫോർ ദാറ്റ് ഇക്കോളജിക്കൽ ഫാക്ടർ വിൽ ബി വെരി മച്ച് റെഡ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ്. ഇതല്ലാതെ ഏജ്, സീസൺ, ഫിസിയോളജി, ബിഹേവിയറൽ സ്റ്റേറ്റ് എഫക്ട്സ് ദി റേറ്റ് ഓഫ് ടോളറൻസ്. പല ഏജ് ഗ്രൂപ്പിൽ ചൈൽഡിലുള്ളതുപോലെ ആയിരിക്കില്ല ഒരു റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഗ്രൂപ്പിലുള്ള ആളുടെ, അല്ലെങ്കിൽ അഡൽട്ടിലുണ്ടാവും. അഡൽട്ടിലുള്ള ആളുടെ ആയിരിക്കില്ല ഒരു ഓൾഡ് ഏജിലുള്ളത് ടോളറൻസ് റേറ്റ്. അതുപോലെ സീസൺസ്, സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, വിൻ്റർ സീസണിലെല്ലാം ടോളറൻസിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ റേഞ്ച് ഓഫ് ടോളറൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഫിസിയോളജി ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം അതിൻ്റെ സ്റ്റേറ്റ് വരെ can affect it also. For example, reproductive adults, അതായത് പ്രഗ്നൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡെലിവറി സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു അഡൾട്ടും, അതുപോലെ സീഡ്, എംബ്രിയോ, ലാർവ എന്നാണ് എക്സെട്ര ആർ ലീസ്റ്റ് ടോളറൻറ്റ് ടു മോസ്റ്റ് ഓഫ് ദ ഫാക്ടർ ദെൻ നോൺ റിപ്രൊഡക്റ്റീവ് സ്റ്റേജ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജിൽ സീഡ്സ്, എംബ്രിയോ, ലാർവ ദേ ഹാവ് ലെസർ ടോളറൻസ് റേഞ്ച് ദാൻ അവരുടെ ബാക്കി നോൺ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അഡൾട്ടോ ചൈൽഡ്ഹുഡോ അതിനൊക്കെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും ലെസ് ടോളറൻ്റ് ആയിരിക്കും ഈ പറഞ്ഞ ഗ്രൂപ്പ്. ഓക്കെ,
ഇത്രയാണ് അബൌട്ട് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഷെഫോൾഡ്സ് ലോ. നെക്സ്റ്റ് ലെയ്ബിഗ്സ് ലോയും അല്ലെങ്കിൽ ലെയ്ബിഗ് ബെക്ക്മാൻസ് ലോ ഓഫ് ഇക്കോളജിക്കൽ ഫാക്ടർ ആൻഡ് ഷെഫോൾഡ്സ് ലോ ടുഗദർ ഇക്കോളജിയിൽ അറിയപ്പെടുന്ന ഒരു ലോ ആണ് കമ്പൈൻഡ് കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ലെയ്ബിഗ് പറഞ്ഞതും അല്ലെങ്കിൽ ബെക്ക്മാൻ പറഞ്ഞതും ഒരു പരിധി വരെ കറക്റ്റ് ആയിരുന്നു. അതിന് ആഡ് ചെയ്തുകൊണ്ടാണ് ഷെഫോൾഡ് മിനിമം ആൻഡ് മാക്സിമം കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിൻ്റെ ടോളറൻസിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ടുഗദർ ആയിട്ട് സയൻസിൽ പഠിക്കുന്ന ആ കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻഡ് കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. അക്കോർഡിംഗ് ടു ദിസ് ലോ, the success and survival of an organism or a group of organisms depends upon a set of conditions, any one of which can approach or exceed the upper and lower limit of tolerance to become a limiting factor. അപ്പോൾ the success and survival of an organism, ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ഡിപ്പെൻഡ്സ് ഓൺ എ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്നാണ് പറയാം. ആൻഡ് ദോസ് ഇക്കോളജിക്കൽ ഫാക്ടർ ക്യാൻ ഐദർ റീച്ച് ദി അപ്പർ ലിമിറ്റ് ഓർ ക്യാൻ ഗോ ടു ദി ലോവർ ലിമിറ്റ്. ഓക്കെ, ഓർ ദാറ്റ് ഈസ് നോൺ ആസ് ദി ലിമിറ്റ് ഓഫ് ടോളറൻസ്. അങ്ങനെ റീച്ച് ചെയ്യുന്ന ഫാക്ടേഴ്സ് വിച്ച് ഹാസ്, എല്ലാ ഇക്കോളജിക്കൽ ഫാക്ടർ അല്ല, വിച്ച് ഫാക്ടേഴ്സ് ക്യാൻ ഓരോ ഓർഗാനിസത്തിനും ഏതെങ്കിലും ഒരു അപ്പർ ലിമിറ്റോ അല്ലെങ്കിൽ ലോവർ ലിമിറ്റിലോട്ടോ എത്താൻ പറ്റുന്ന ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഫാക്ടേഴ്സ് വിൽ ബിക്കം ദി ലിമിറ്റിംഗ് ഫാക്ടറാണ്. ഈ രണ്ട് സ്റ്റഡിയിൽ നിന്ന് അല്ലെങ്കിൽ 3 സ്റ്റഡിയിൽ നിന്നും 3 ലോയും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഉള്ള ഓവറോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ടു ഓർഗാനിസംസ്. ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓർഗാനിസത്തിന് ക്രിട്ടിക്കലാണ്, അതിൻ്റെ സർവൈവൽ ആൻഡ് സക്സസ്. ഓക്കെ, പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഒന്നാണ് ഇക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. The quantity and variability of the factors are required in minimal quantities, should be present in minimal quantities for their success of the organism. The range or the limit of tolerance of an organism to the environmental factor. So according to this concept, there is a range. ഓരോ environmental factorനും അതിൻ്റെതായ റേഞ്ച് ഓഫ് ടോളറൻസ് അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ടോളറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലെയ്ബിഗ്സ് ലോ ഓഫ് മിനിമം, രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ, മൂന്നാമത്തായിട്ട് ഇവരുടെ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ലോ ഓഫ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, നാലാമത്തായിട്ട് ഷെഫോൾഡ്സ് ലോ ഓഫ് ടോളറൻസ്, പിന്നെ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കമ്പൈൻഡ് കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ്, ഈ പറഞ്ഞ ലോസ് എല്ലാം നമുക്ക് അറിയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ in understanding the complex environmental relationship. അപ്പോൾ എൻവയൺമെൻറ്റിൽ നടക്കുന്ന എൻവയൺമെൻറ്റൽ റിലേഷൻഷിപ്പ്, അതായത് എൻവയൺമെൻറ്റിലുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഏത് ഫാക്ടർ ഏത് സമയത്ത് ലിമിറ്റിംഗ് ആവുന്നു അല്ലെങ്കിൽ ഇറ്റ് റീച്ചസ് ദി ലിമിറ്റ് ഓഫ് ടോളറൻസ്, മിനിമം ലിമിറ്റോ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ റീച്ച് ദി മാക്സിമം ലിമിറ്റ്. അങ്ങനെ വരുന്ന സമയത്ത് വെൻ ഇറ്റ് ബിക്കംസ് എ സർവൈവൽ ഓർ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറായി മാറുന്നു. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനാണ് ഈ കോൺസെപ്റ്റ്സ് എല്ലാം വന്നിട്ടുള്ളത്. It enables us to understand the environmental factors that are likely to be limited. And when you understand the environment and their relationship, that is when especially when it comes to biotic organism, how they survive the changes in the environment and how the environment can affect the life of the organism. When is that critical limits coming into play? അങ്ങനെതെല്ലാം മനസ്സിലാക്കാനാണ് നമുക്ക് ഈ പറഞ്ഞ ലോസ് എല്ലാം യൂസ് ആയിട്ടുള്ളത്. സോ ഇത്രയാണ് അബൌട്ട് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആൻഡ് ദി കോൺസെപ്റ്റ്സ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാവുന്നതാണ്. ബാക്കി വീഡിയോസും കൂടി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു.